നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജിനി ആയുർ കെയർ. നമുക്കിന്ന് നോക്കാം ഈ ഉപ്പൂറ്റി വേദന അതിനെ എങ്ങനെ തടയാമെന്നുള്ളതിനെ പറ്റി. ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റി വേദന. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കാല് തറയിൽ കുത്താൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനെ പറ്റിയും കൂടെ നോക്കാം. ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എന്ന് പറയുമ്പോൾ ഉപ്പൂറ്റിയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കൊണ്ടാണ് ഈ വേദന വരുന്നത്. കൽക്കേനിയൽ സ്പർ അല്ലെങ്കിൽ ഹീൽ സ്പർ എന്ന് പറയും. അതായത് ഉപ്പൂറ്റിയിലെ കൽക്കേനിയൽ ബോണിനുണ്ടാവുന്ന ഒരു എക്സ്ട്രാ ഗ്രോത്ത് അതുകൊണ്ടുണ്ടാവുന്ന വേദനയായിരിക്കാം. മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, അതായത് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ബാൻഡിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, ടെൻഡോൺ അതായത് ഹീൽ ഭാഗത്തുണ്ടാവുന്ന ടെൻഡോൺ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ. അതേ കണക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ സ്മോൾ ക്രാക്സോ മറ്റോ ഈ ഹീൽ ബോണിന് വന്നാൽ പോലും നമുക്ക് ഈ വേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വേറൊരു റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടാർസൽ ടണൽ സിൻഡ്രോം, അതായത് നമ്മുടെ ഒരു നെർവിനുണ്ടാകുന്ന കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന പെയിൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് നാച്ചുറലി ഓവർകം ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആദ്യം ശ്രമിക്കാം. കാരണം ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഉപ്പൂറ്റിക്കുണ്ടാവുന്ന പ്രഷർ കൂടും. അതുകൊണ്ട് ഈ വേദന പ്രൊലോങ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാൻഡൽസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സോഫ്റ്റ് കുഷനായിട്ടുള്ള സാൻഡൽസ് ഇടുക അല്ലെങ്കിൽ ഷൂസ് ഇടുക. അതോടൊപ്പം തന്നെ ആർച്ചിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാൻഡൽസോ ഷൂ ഒക്കെ ഡെയിലി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നമ്മൾ നടക്കുന്ന സമയത്ത് കഴിവതും ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടെ നമ്മൾ ചെരുപ്പിട്ട് നടക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ആയുർവേദം പറയുന്നതെന്ന് പറയുമ്പോൾ ഇതൊരു വാതസംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ്. ഇപ്പോൾ കഴിവതും തണുപ്പ് അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഫാനിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ AC-യുടെ തണുപ്പ് ഡയറക്റ്റായിട്ട് നമ്മുടെ കാലിൽ അടിക്കുകയാണെങ്കിലും പിറ്റേ ദിവസം ഈ പെയിൻ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ല കട്ടിയുള്ള സോക്സ് ഇട്ടിട്ട് മാത്രം കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക.